ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം 2015 ഒരു ജനപ്രതിനിധി ആവാനായിട്ട് നിങ്ങളുടെയൊക്കെ തന്നെയാണ് സഹകരണം ഉണ്ടായിരുന്നത്. അന്നൊരു പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കണം എന്ന നിലയിൽ എല്ലാവരും സഹകരിച്ചു. നല്ല രീതിയിൽ എനിക്ക് വോട്ടും കിട്ടി. അന്ന് 1600 അടുപ്പിച്ച വോട്ടായിരുന്നു കിട്ടിയത്. അതിനുശേഷം കരമനയോട്ട് എന്നെ വിട്ടു. അതും എല്ലാം സംഘടനാ തീരുമാനമാണ്. ഞാൻ ആരോടും എവിടെയെങ്കിലും നിൽക്കണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാലടിയിൽ നിന്ന് കുറെ പ്രവർത്തനങ്ങൾ ചെയ്തു. അന്ന് നമുക്കൊരു MLA കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ, സ്കൂളൊക്കെ വലിയ ഒരു വികസനത്തിന്റെ മാതൃകയാണ്. അപ്പോൾ അതിനുശേഷം കരമനയിലോട്ട് ക്ഷണിച്ചു. അവിടെ ആരെയും അറിഞ്ഞുകൂടാതെ അവിടുത്തെ പ്രവർത്തകർ എന്നെ കൊണ്ടുപോയി ജയിപ്പിച്ചു. അവിടെയും നല്ല രീതിയിൽ എനിക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ആ സമയത്താണ് അടുത്ത 2025 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഡീലിമിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു. കുറച്ച് ഭാഗം നമ്മളിൽ നിന്ന് പോയി. അപ്പം ഒരുപാട് തന്ത്രപരമായിട്ടുള്ള ഡീലിമിറ്റേഷൻ ആയിരുന്നു LDFന്റെ സ്ഥാനത്ത് നിന്നുണ്ടായിരുന്നത്. അപ്പൊ പലയിടത്തും നമ്മുടെ സ്ഥാനാർത്ഥിത്വം വളരെ ക്രൂഷ്യലായിട്ട് നിശ്ചയിക്കേണ്ടി വന്നു സംഘടനയ്ക്ക്. ആ സമയത്ത് ഇവിടെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, ഞാനില്ലായിരുന്നു ആ സമയം, ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ പേര് കൊണ്ട് നിർത്തി പലരുടെയും പേര് പറഞ്ഞു. പക്ഷേ 2 പ്രാവശ്യം 2 ടേം ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നത് കൊണ്ട് ഇനി ആരാണോ വരുന്നത് അവരെ തോൽപ്പിക്കുക, ഇനി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളൊരു സംവിധാനത്തിലോട്ട് 2 LDFും UDFും തിരിഞ്ഞു. ആ സമയത്ത് ഇവിടെ എല്ലാവരും കൂടി പഴയ ഒരു വ്യക്തിയെ നിർത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ കാൻഡിഡേറ്റ് ഇവിടെ വരുന്നത്. ഞാൻ പോലും അറിയാതെ തന്നെയാണ് ഈ കാൻഡിഡേറ്റ്ഷിപ്പ് ഇവിടെ വരുന്നത്. വന്നതിന് ശേഷം ഇലക്ഷനെ നേരിടാനായിട്ട് രംഗത്തിറങ്ങുമ്പോൾ ഒരുപാട് നമുക്ക് മുന്നേ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ജയിക്കില്ല എന്നൊരു പ്രചരണം നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യമായി ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ നിന്നും ഞാൻ കാലുവെച്ചിറങ്ങുമ്പോൾ ഒരു വോട്ടിനെങ്കിലും ജയിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു മനസ്സിനകത്തുള്ളത്. പക്ഷെ അതിനുശേഷം അതിന്റെ കോർഡിനേഷൻ, നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ ശക്തി, ഇതൊക്കെ കൊണ്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിനകത്ത് വന്നു, എന്തായാലും ജയിക്കും, ഓരോട്ടിനൊന്നും അല്ല, ജയിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം 2ാമത്തെ ആഴ്ചയിലോട്ട് വന്നപ്പോ ശരിക്കും തന്ത്രപരമായി കാര്യങ്ങൾ നീക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏക വാർഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കാലടിയായിരിക്കും. കാരണം എങ്ങനെയാണ് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു പോകേണ്ടത്. പക്ഷെ നമ്മുടെ സംഘടനാ ശക്തി എല്ലാ പ്രവർത്തകരുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു വിളി വിളിച്ചാൽ വരാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ പുറകിലുമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും, കാരണം ഒരു നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ വളരെ ഭംഗിയായി ആ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ട് ഈ ഇരിക്കുന്ന പെൺകുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും മുതിർന്ന പ്രൗഢന്മാരുൾപ്പെടെയുള്ള എല്ലാ നമ്മുടെ സംഘടനയിലുള്ള എല്ലാ പരിവാർ സംഘടനകളുടെയും ഒക്കെ കൂട്ടായ ഒരു പ്രയത്നം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി. ജയിക്കുമെന്ന് പറഞ്ഞവരെയൊക്കെ നിലംപരിശാക്കിക്കൊണ്ട് ഒരുപക്ഷെ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യക്തികൾ പോലും എന്നെ വിളിച്ചുകൊണ്ട് എനിക്ക് സപ്പോർട്ട് തന്നു. അപ്പോ ഈ 2 LDFിലും UDFിലും ഉണ്ടായിരുന്ന വ്യക്തികൾ എന്നെ വിളിച്ചുകൊണ്ട് എനിക്ക് സപ്പോർട്ട് തന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും നമ്മൾ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഞാനൊരു ബൊമ്മ പോകും പോലെയാണ് പോണേ. എന്നിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. ഏതൊരു പ്രവർത്തന സ്ഥലത്ത് പോകുമ്പോഴും ആ സ്ഥലത്തുള്ള വ്യക്തികളാണ് വോട്ട് ചോദിക്കുന്നത്. ഞാൻ അങ്ങ് ചെന്ന് നമസ്തേ പറഞ്ഞ് വോട്ട് ചോദിക്കുകയുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. വോട്ട് ചേർക്കുക, അവരെ കൊണ്ട് വോട്ട് ഇടിപ്പിക്കുക, അവരെ പറഞ്ഞ് മാറ്റുക. നമ്മളിൽ ഇനിയും GS മഞ്ജു വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുമെന്ന് പറയുന്ന ഒരുപാട് പ്രവർത്തകരാണ് നമ്മുടെ പിന്നിലുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഫലമാണ് അവസാനം റിസൾട്ടായിട്ട് വന്നത്. ആരും പ്രതീക്ഷിച്ചിരിക്കാതെ ചിലപ്പോ പലയിടങ്ങളിൽ നിന്നും പറഞ്ഞു, അവസാന നിമിഷവും വരെ പറഞ്ഞു വലിയ സാധ്യത കുറവാണ് എന്ന് പറയുമ്പോഴും അകത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികൾ ഒരുപക്ഷെ പ്രവർത്തിക്കാൻ വെളിയിൽ വന്നില്ലെങ്കിലും എന്നെ വിളിച്ചു പറയും, ജയിക്കും, ഒരു 500 വോട്ടിന് മുകളിൽ ജയിക്കും, ഒരുപാട് ഭൂരിപക്ഷം വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും നമ്മുടെ ഇൻ ഏജന്റുമാരും ഔട്ട് ഏജന്റുമാരും പെൺകുട്ടികളും എല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാരും കൂടി ചേർന്നുകൊണ്ട് ഒരു കാൽക്കുലേഷൻ നടത്തി ഇലക്ഷന്റെ അന്ന് 1200 വോട്ടിന് ജയിക്കുമെന്ന്.
അപ്പോഴും നമ്മൾ വെളിയിൽ പറയുമ്പോൾ കിട്ടില്ല കിട്ടില്ല എന്ന് പറയുമെങ്കിലും ഇവിടെ കൃത്യമായി പ്രവചിച്ചുകൊണ്ട് വീണ്ടും എന്നെ ഒരു കൗൺസിലറാക്കി ജയിപ്പിച്ചു എടുത്തു. അതിനുശേഷം നിങ്ങൾ തന്നെയാണ് എന്റെ മുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഏതെങ്കിലും മാധ്യമങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ തന്നെയാണ് ഡെപ്യൂട്ടി മേയർ എന്ന ഒരു സ്ഥാനത്തേക്ക് എഴുതി കാണിക്കുന്ന ഒരു പേരിലോട്ടെങ്കിലും വന്നത്. അപ്പോ അതിൽ നിന്നും ഈ എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഈ പ്രവർത്തകര് പലയിടങ്ങളിലേക്ക് എന്റെ പേര് എത്തിച്ചു എന്നുള്ളതാണ്. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾക്കൊന്നും എന്റെ പേരറിയില്ല. പക്ഷെ എങ്ങനെയോ ഇവിടെ നിന്ന് പോയി. അപ്പൊ നിങ്ങൾ ഈ നിൽക്കുന്ന ഓരോ വ്യക്തികളിലും ആരിലെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടും ആരോടെങ്കിലും പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ പോയത്. പക്ഷെ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്റെ പിറകിൽ ഇവര്. പക്ഷെ ഞാനേ ഒരു കൗൺസിലർ ആവുമ്പോഴും ഞാനൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഞാനെന്നുള്ള വ്യക്തി മഞ്ജു GS എന്നൊരു പേര് മാത്രമാണ്. അതിനകത്ത് നിൽക്കുന്നതെല്ലാം നിങ്ങളൊക്കെയാണ്. നിങ്ങളുടെ പ്രചോദനമാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളമാണ് ഞാൻ ജനങ്ങൾക്ക് അത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളിലൂടെയാണ് ഞാൻ ജനങ്ങളുടെ എല്ലാ ക്ഷേമ പ്രവർത്തനത്തിനും വികസന പ്രവർത്തനത്തിനും ഒക്കെ മുന്നോട്ടിറങ്ങുന്നത്. അപ്പൊ അതിന്റെ ഫലമായി അവസാനം അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ വീണ്ടും അടുത്ത ഒരു മരാമത്ത്, അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ജനങ്ങളൊക്കെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് റോഡ് മരാമത്ത് പദ്ധതികൾ. ഇപ്പൊ വെള്ളവും വെളിച്ചവും റോഡും സഞ്ചാരയോഗ്യമായ റോഡ് ആ ഒരു ചാർജ് വഹിക്കുന്ന ഒരു വ്യക്തിയായി, നഗരസഭയിലെ ഒരു വ്യക്തിയായി എന്നെ മാറ്റിയത് നിങ്ങളാണ്. ആ മാറ്റത്തില് ഞാൻ ഏറ്റവും മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നു. നിങ്ങൾ ഏവരുടെയും മുന്നിൽ ഞാൻ ശിരസാ നമിക്കുന്നു. അങ്ങനെ ഒരു പദവി എനിക്ക് തരാൻ നിങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെ മുന്നിൽ. അപ്പോ ആ പദവി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കും എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പറയുകയാണ്. ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് അന്ന് പ്രവർത്തിച്ച എല്ലാവരെയും വിളിച്ചത്. ചെറിയ ഒരു സൽക്കാരമാണ് അത്. ഏറ്റവും സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് തരുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തകർ ഇനിയും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസം എന്നിലുണ്ട്. നമുക്ക് പറഞ്ഞതുപോലെ ശ്രീനു പറഞ്ഞ പോലെ ഇനി വരുന്ന ഇലക്ഷൻ ഉണ്ട്. നമുക്ക് പുതിയ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ എല്ലാ വ്യക്തികളെയും ചേർത്തുകൊണ്ട് നമുക്ക് അടുത്ത ഇലക്ഷനെയും കൂടി നേരിടാം. ഞാനിവിടെ 2015 വന്നതിന് ശേഷം നമ്മുടെ പ്രവർത്തകരാണ് നമ്മുടെ എല്ലാ വർഷവും ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ തോറും നമ്മുടെ കാലടിയിലെ വോട്ടിന്റെ എണ്ണം ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ടിന്റെ എണ്ണം കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന സമയത്ത് വളരെയധികം കൂടുതൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഞാനാക്കിയ എന്റെ പ്രസ്ഥാനത്തിന്റെ ഓരോ വ്യക്തികളോടും എന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി മഞ്ജു അങ്ങനെ വീണ്ടും കാലടി വാർഡിന്റെ കൗൺസിലറായി. അത് മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭയിലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായി. കാലടി വാർഡ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത്. 2015 കൗൺസിലറായി 2020 വരെ കാലടി വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. അതിൻ്റെ തുടർച്ചയായി ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വികസന പ്രവർത്തനം നടന്നു. അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും 2025-30 കാലഘട്ടത്തിൽ കാലടി വാർഡിൽ വലിയ വികസനങ്ങൾ നടത്താൻ ശ്രീമതി മഞ്ജുവിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് കൗൺസിലർ മാത്രമല്ല, മരാമത്ത് തന്നെ നഗരസഭ ഏൽപ്പിച്ചിരിക്കുകയാണ്. നല്ലൊരു ഉത്തമയായിട്ടുള്ള ഒരു മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രവർത്തിക്കാൻ മഞ്ജുവിന് കഴിയും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. കരമന വാർഡില് 2020-25 കാലഘട്ടത്തിൽ കരമന വാർഡിലും കൃത്യമായിട്ടുള്ള വികസനങ്ങൾ
നടത്തിയിട്ടുണ്ട്. കരമനയിലെ ജനങ്ങളും ഇപ്പോഴത് ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10 വർഷക്കാലം കൗൺസിലർ എന്ന നിലയിൽ ശ്രീമതി മഞ്ജു വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരമാണ് കാലടി വാർഡിലെ ജനങ്ങൾ വീണ്ടും വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും വരും കാലങ്ങളിൽ ഒരു തിരുവനന്തപുരത്തെ നല്ലൊരു ജനപ്രതിനിധിയായി ഇനിയും പ്രവർത്തിക്കാൻ മഞ്ജുവിന് അവസരം കിട്ടട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ്. BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ ആദരവ് മഞ്ജുവിന് അർപ്പിക്കുകയാണ്.